കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ഉന്തും തള്ളുമുണ്ടാക്കിയ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി KPCC മുൻ അധ്യക്ഷൻ കെ മുരളീധരൻ. നേതാക്കളുടെ ഈ നടപടി ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി. ഉദ്ഘാടനത്തിന് ശേഷം ആദ്യമായി കോഴിക്കോട് DCC ഓഫീസ് സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് കെ മുരളീധരൻ അതൃപ്തി തുറന്നു പറഞ്ഞത്. കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടന ചടങ്ങിനിടെ മുൻനിരയിൽ സ്ഥാനം പിടിക്കാൻ മുതിർന്ന നേതാക്കൾ നടത്തിയ ഈ ഉന്തും തള്ളും പൊതുസമൂഹത്തിന്റെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പുതിയ ഓഫീസിലേക്ക് ആദ്യമായി എത്തിയ കെ മുരളീധരൻ ഉദ്ഘാടന ദിനത്തിലെ നേതാക്കളുടെ നടപടിയെ രൂക്ഷമായാണ് വിമർശിച്ചത്. ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്നവർ ചുറ്റുപാടുമുണ്ടെന്ന ബോധ്യം നേതാക്കൾക്ക് വേണമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് KPCC നേതൃത്വം അറിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട്ടുള്ള മലബാറിൽ തന്നെയുള്ള കോൺഗ്രസ്സുകാരുടെ ഒരു അഭിലാഷം പൂർത്തീകരിച്ച സന്ദർഭത്തിൽ ആവശ്യമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ മോശമുണ്ടാക്കുന്ന പ്രവർത്തനം അതിനെക്കുറിച്ച് KPCC വിലയിരുത്തിയിട്ടുണ്ട്. ഇതുപോലത്തെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ പാർട്ടി ശ്രദ്ധിക്കുന്നതാണെന്ന് ഇന്നലെ KPCC പ്രസിഡന്റ് തന്നെ യോഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഓരോ ചലനങ്ങളും നമ്മുടെ ചലനങ്ങൾ വീക്ഷിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ട്, പഴയ കാലം പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ്, എല്ലാ പൊതുപ്രവർത്തകരും. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ പേരിലുള്ള കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മകൻ കൂടിയായ കെ മുരളീധരൻ എത്താതിരുന്നത് വലിയ വിവാദമായിരുന്നു. അതൃപ്തി കാരണമാണ് കെ മുരളീധരൻ വിട്ടുനിന്നത് എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നം കാരണമാണ് എത്താതിരുന്നതെന്ന് അന്ന് തന്നെ കെ മുരളീധരൻ മറുപടിയും നൽകി. ഉദ്ഘാടനത്തിനു ശേഷം ആദ്യമായി DCC ഓഫീസിലേക്ക് എത്തിയ മുരളീധരനെ പ്രസിഡന്റ് K പ്രവീൺകുമാർ പൊന്നാട അണിയിച്ചാണ് വരവേറ്റത്. K കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും അർദ്ധകായ പ്രതിമകൾക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് കെ മുരളീധരൻ ആദ്യമായി പ്രവേശിച്ചത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.